നമുക്കറിയാം കൊല്ലത്ത് ഞാനിപ്പോൾ ദേവദൂതൻ എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്ത് കഴിച്ചു. പക്ഷേ അതിനും ബൃഹത്തായിട്ടുള്ള ഒരു പടം സിനിമ വെച്ച് ബിക്കോസ് ഇതൊരു ഇഷ്ടപ്പെടുന്ന മലയാളം സ്നേഹിക്കുന്ന MT സാറിനെ സ്നേഹിക്കുന്ന, മമ്മൂക്കനെ സ്നേഹിക്കുന്ന, രാമേന്ദ്രബാബുവിനെ സ്നേഹിക്കുന്ന, ഹരിഹരനെ സ്നേഹിക്കുന്ന മലയാളികൾ തീർച്ചയായിട്ടും ഇത് നോക്കും. ഇതൊരു ഞാൻ വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ സമയത്ത് ഞാൻ മൂവീസിലുണ്ടെങ്കിലും ഇത് ഞാൻ ഇത്ര എൻജോയ് ചെയ്തു. ഫസ്റ്റ് ടൈം ഐ എം എൻജോയിങ് ദിസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമുക്കാർ നമ്മളെ വിളിക്കും. എന്തൊരു പെർഫെക്ഷൻ അന്നെങ്ങനെ ഈ സിനിമ എടുത്തു എനിക്കറിയില്ല. ഇത് ഇന്നത്തെ ജനറേഷനും കഴിഞ്ഞ ജനറേഷനും കണ്ടു കഴിഞ്ഞു എന്താണ് മലയാളത്തിൽ സ്വകാര്യ അഹങ്കാരത്തോടെ പ്ലീസ് വാച്ച്. ഇതന്നെയൊരു ഒരു എല്ലാ ഗേൾസ് എന്താ പറയേണ്ട അറിയില്ല. ശരിക്കും വളരെ സന്തോഷം. എന്തായാലും നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. ഓക്കെ, എല്ലാ രീതിയിലും ശരിക്കും ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. സന്തോഷം. എന്തായാലും തൽക്കാലം അത് പിടിച്ചോ താഴത്തുള്ളത്. പലതവണ യൂട്യൂബിലും ഒക്കെയായിട്ട് കണ്ടിട്ടുള്ള പടമാണ്. പക്ഷേ മലയാള സിനിമയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസിക് ഫിലിമാണ് ഇവർ. ഒരു എന്താ പറയുക, ഒരു അഭിനയിക്കുന്നവർക്കും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ടവർക്കും ഒരു എന്താ പറയുക, ഒരു സ്റ്റഡി ക്ലാസ്സാണ് ഈ പടം. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു. ഭയങ്കര സൗണ്ട് ക്ലാരിറ്റി, അടിപൊളി എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും ഓരോ സിനിമ പ്രേമികളും ഓരോ മലയാളികളും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണേണ്ട സിനിമയാണ്. പറഞ്ഞ് ഒന്നും പറയാനും ബാക്കിയിട്ടില്ല. നമുക്ക് എന്താണെന്നുള്ളത് വന്ന് കാണട്ടെ ഇപ്പോഴത്തെ പിള്ളേരെ. ഫ്ലാബർഗാസ്റ്റ് ഈസി ഡെഫിനിഷൻ. എനിക്ക് തോന്നുന്നു ഇതുവരെ റിലീസായതിൽ ഏറ്റവും ഓൾഡസ്റ്റ് മൂവി ആയിരിക്കും. ഏറ്റവും പഴക്കമാർന്ന മൂവി ആദ്യമായിട്ട് റീമാസ്റ്റർ ചെയ്ത് വന്നിരിക്കുന്നത് ഒരു വടക്ക് വീരകഥയാണ്. ഈ മാസ്റ്റേഴ്സ് അക്കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന വർക്കിൻ്റെ മികവെന്ന് പറയുന്നത് ഇന്നിപ്പോൾ റീമാസ്റ്റർ ചെയ്യുമ്പോഴും അതിൻ്റെ യാതൊരു ആസ്വാദികത അതൊരു കുറവ് വരുന്നില്ല. ഭയങ്കര ഫ്രഷായിട്ടും ഭയങ്കര റെലവൻ്റായിട്ടും ഭയങ്കര രസമായിട്ട് ഇരിക്കുന്നു ഇവിടെ എല്ലാവരുടെയും വർക്ക്. ഇങ്ങനെയാണ് ഈ ഒരു കാലത്ത് ഇത്രയും ബുദ്ധിമുട്ടുകളുള്ള ഒരു ചിത്രീകരണം നടത്തിയെന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ പേടിയാണ്. ഞാൻ ആക്ച്വലി ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമ, അതുകൊണ്ട് തന്നെ ഞാൻ എത്രത്തോളം അറിഞ്ഞാണ് ഇതിനെക്കുറിച്ച് അധികം ഇതിനെക്കുറിച്ചൊരു ഈ ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്നതിൽ തന്നെ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. കാരണം ഇങ്ങനത്തെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും ഓൾഡായിട്ട് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് റിലീസായ ഒരു സിനിമ തിയേറ്ററിൽ വന്നിരുന്ന് കാണാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ തന്നെ ഒരു ഭയങ്കര സറിയല്ല, ഭയങ്കര അൺറിയല്ല. ഇന്നത്തെ അച്ഛനേക്കാളും അന്നത്തെ കഥകളും അന്ന് നടന്നിരുന്ന ഇവരുടെ സൗഹൃദങ്ങളൊക്കെ പറ്റി നമുക്കാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് ജസ്റ്റ് ഒരു ബേസിക് ഒരു അറിവുണ്ട്. അവരുടെ ഓരോ പഴയ സിനിമകളും ടി വിയിലായാലും ഇങ്ങനെ റിലീസ് വന്നിട്ട് കാണുമ്പോഴായാലും നമുക്ക് ഈ പറഞ്ഞ കഥകളായിട്ട് വെച്ച് റിലേറ്റ് ചെയ്ത് എനിക്ക് അന്നത്തെ സന്ദർഭത്തിന് അവർ തമ്മിൽ ഫൈറ്റ് സിനിമയ്ക്കകത്തുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കോൺടാക്റ്റിന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കംഫർട്ടബിളാണ്. ആ ഒരു അവസ്ഥ തന്നെ അന്നത്തെ അവരുടെ ആ ഒരു സൗഹൃദത്തിനെ ഭയങ്കരമായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ശേഷം നമ്മൾ ബിഗ് സ്റ്റാർസ് ഒരുമിച്ച് അഭിനയിക്കുമ്പം അവർ തമ്മിൽ അങ്ങനെ ഒരു ബോഡി ടു ബോഡി കോൺടാക്റ്റും ഒക്കെ തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ടും ഫാൻസിൻ്റെ ഒരു ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചായിരിക്കും അതിനെ കൊറിയോഗ്രാഫ് ചെയ്യുന്നതൊക്കെ. പക്ഷെ അന്നത്തെ ആ ഒരു ഇങ്ങനത്തെ ഒരു മാനദണ്ഡങ്ങളൊന്നും ഇല്ലാത്തൊരു
ഈ പരിപാടി അതിനകത്ത് ഈ സിനിമയിൽ എല്ലാ പഴയ സിനിമകളും കാണാനായിട്ട് സാധിക്കാറുണ്ട്. കാണാൻ ചാൻസുണ്ടോ സിനിമ? നമ്മളിപ്പോൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീലോട് നമ്മൾ എത്ര നാളും പഴയതാണെന്നുള്ളൊരു ഫീല് തോന്നാതെ നമുക്കൊക്കെ കളരി പോയിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇന്നത്തെ തലമുറയിലേക്ക് എനിക്കിതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് പോയിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ സിനിമ എന്നുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇന്നത്തെ ജനറേഷൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. മാത്രമല്ല ഈ സാധനം നമ്മൾ ടി വിയിൽ കാണുമ്പോൾ ഇതായിരുന്നില്ല. വേറത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ക്രൗഡിങ് കൂടുതൽ. ഞാനൊക്കെ ഫുൾ ഹൗസിലാണ് കാണുന്നത്. സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അതിൻ്റെ മേക്കേഴ്സ് എല്ലാവരും വിചാരിച്ചതെന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ആണ്. മ്യൂസിക് ആണ്, വിഷ്വൽ എക്സ്ട്രാവഗൻസ് ആണ്, പെർഫോമൻസ് ആണ്, ഈവൻ അതിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിലൊക്കെ ആ ഒരു തിയേറ്ററിൽ വിഷൻ ചെയ്യുന്ന ഈ ലെജൻസ് ഇത് അന്ന് തന്നെ ചെയ്തതിൽ ആസ് എ തിയേറ്റർ ആസ് എ ഫിലിം സ്റ്റുഡൻറ്റ് എനിക്കറിയാം. പിന്നെ ഡെഫിനറ്റ്ലി ദ ഡെപ്ത് ഇൻ സ്ക്രിപ്റ്റ്, ദ ഡെപ്ത് ഇൻ പെർഫോമൻസ്, ദ ഡെപ്ത് ഇൻ ഇമോഷൻസ്. എനിക്കൊന്ന് മനുഷ്യൻ എന്നും ഇങ്ങനെ ഹ്യൂമൻ ഇമോഷൻസ് എന്നും ഇല്ല. മഹാഭാരതം എടുത്തു കഴിഞ്ഞാലും ഗെയിം ഓഫ് ത്രോൺസ് എടുത്താലും ബാഹുബലി എടുത്താലും നമ്മൾ വടക്കൻ അതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു മീറ്റർ സെയിം. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് അതിൻ്റെ ഒരു പെർമിറ്റേഷൻ കോമ്പറ്റീഷൻ. ഗംഭീർ എക്സ്പീരിയൻസ് ആണ്. അതിലത് വലിയ മിസ്സാണ്. അതൊക്കെ ഇതിൻ്റെ ഒരെണ്ണം മാത്രമല്ല, ഇതിൻ്റെ ടോട്ടാലിറ്റി എടുത്ത് പറയുന്നത്. കാരണം ഇത് കിട്ടുന്നില്ല. ഇതുപോലത്തെ ക്ലാസിക്കൽ സാധനങ്ങൾ റിലീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് സിനിമയുടെ കഥ അറിയാൻ വേണ്ടിയിട്ടാണ്. സിനിമ ആസ് ഓൺ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്കത് കിട്ടും. അല്ല, ഈ സിനിമയ്ക്ക് എപ്പോഴും ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ. ശരിക്കും ഞെട്ടി തിരിച്ചു വയ്ക്കുന്ന വളരെ ചെറുപ്പത്തിൽ ഈ സിനിമ കണ്ടു. അന്നൊന്നും പ്രോപ്പറായിട്ട് മനസ്സിലായില്ല. പിന്നെ നമ്മൾ ഈ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ പിന്നീട് മുഴുവൻ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. എനിക്ക് ഇവർ ബാനറിൽ എനിക്കൊരു പണി ചെയ്യാൻ പറ്റിയാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിന് ഞാൻ ഇവർ 3 പേര് റെസ്ക്യൂടെ ഷെരീനൊക്കെ ശരി അവർ 3 പേര് ശരി സിനിമ വീണ്ടും ക്വാളിറ്റീസിൽ ഒന്നും പറയാനില്ല പരിപാടി. പിന്നെ എല്ലാവരും കാണും, എന്തായാലും കാണും. ഇതിനങ്ങനെ പഴയ സിനിമ പോലെ അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. ഒത്തിരി ഫുൾ ക്വാളിറ്റി ചെയ്ത് വെച്ചിരിക്കുന്നു. ഭയങ്കര ക്വാളിറ്റി, ഭയങ്കര രസമായിട്ട്. ഞാൻ വേറെ പരിപാടിയായിട്ട് തനിയായിട്ട് നടക്കുക. അച്ഛൻ്റെ പരിപാടിയായിട്ട് പോകുന്നുണ്ട്. അധികം അതിനെപ്പറ്റി ഞാനും അച്ഛൻ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അച്ഛനും വരാൻ സാധിച്ചില്ല. ഡൽഹിയിലാണ്. അച്ഛനും കാണാൻ ആഗ്രഹം ഉണ്ടാവും ഡെഫിനറ്റ്ലി. നമുക്ക് ഫിലിം തന്നെ അവർക്കും ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കുമല്ലോ. അന്നത്തെ സാങ്കേതിക വിദ്യ ഇത്രയും മാറിയിരിക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ അച്ഛനും ഈ സിനിമ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അച്ഛനും ആഗ്രഹം കാണും, എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛനൊന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതുപോലെ ഒരുപാട് ഉണ്ടെന്നാണ് കരുതുന്നത്. അന്നൊരു 6-7 വട്ടം തിയേറ്ററിൽ പോയി കൂടെയും ഒറ്റയ്ക്കും പോയി കണ്ടത്. എന്നെ പേഴ്സണലി എൻ്റെ സർവകാല ഫേവറേറ്റ് ആയിട്ടുള്ള ഫിലിമാണ്. ഓരോ സീനിൻ്റെയും കൺസ്ട്രക്ഷൻ, തിരക്കഥയുടെ പ്രാധാന്യം എത്രമാത്രം ശരിക്കും റെഫറൻസ് കാണാൻ സാധിക്കും. പിന്നെ പെർഫോം ചെയ്ത പല ആൾക്കാരും അവരുടെ കൂടെ മറ്റു പല സിനിമകളിൽ ഞാൻ പണിയെടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഞാനൊരു ഒരു കാലഘട്ടം അതിനേക്കാളും ഇമ്പാക്റ്റ് സൗണ്ടും എല്ലാം ടെക്നിക്കൽ ആസ്പെക്ട്സ് അതിനേക്കാൾ ഒരുപാട് പുതുതായിട്ടൊരു സിനിമ കാണുന്നതാണ് പെർഫെക്റ്റ്. അധികം വരെ കുഞ്ഞാറ്റ എങ്ങനെ ഉണ്ടായിരുന്നു? കുഞ്ഞാറ്റ ഒരുപാട് സന്തോഷമുണ്ട് വന്ന് കാണാൻ പറ്റിയില്ല. ബിക്കോസ് പഴയ ഇത്രയും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനിമയാണ്. അപ്പം ആ തിയേറ്ററിൽ വന്ന് കാണാമെന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഐ ഫീൽ ലൈക്ക് ഈ ഒരു ജനറേഷനിലെ കുട്ടികൾക്കൊന്നും അത്രയും പഴയ സിനിമകളൊന്നും അവർ കണ്ടിട്ടില്ല.
എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. സോ ഇറ്റ് വാസ് ആക്ച്വലി റിയലി ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ സ്ക്രിപ്റ്റ് വൈസ് എല്ലാം ഭയങ്കര ബ്രില്യൻറ്റ് മൂവിയാണെന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി കാണണം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റ്, ലെജൻസ് ആണ് എല്ലാം കൊണ്ടും. ലൈക്ക് ദേ മെയ്ഡ് ദ മൂവി. ആക്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും ലെജൻസ് ആണ്. സോ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. എല്ലാവരും പോയി കാണാം. ഐ മീൻ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും. ബട്ട് ഐ എം സേയിങ് വൺ മോർ ടൈം ഫോർ ദി എക്സ്പീരിയൻസ് മസ്റ്റായിട്ട് കാണുന്ന ഒരു സിനിമ തന്നെയാണ്. ഓക്കെ. അതിങ്ങൾക്ക് സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നേരെ സ്കൂളിൽ കാണുന്നു. വളരെ കുറവ് സമയത്ത് കണ്ടിട്ടുണ്ട്. 3 തവണ കണ്ടിട്ടുണ്ട്. സോ ഫസ്റ്റ് ടൈം ആക്ച്വലി കണ്ടു. ഭയങ്കര ശായനും സ്വഭാവം എല്ലാവരും അതാ കണ്ടിട്ടില്ല. കുറച്ചുകൂടെ കൂടെ ഭയങ്കര ഫീലായിരുന്നു. അമ്മയുണ്ടായിരുന്നു, ഡാഡി ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഉപാധിയല്ല നമ്മുടെ കുട്ടികളുടെ കൂടെ എല്ലാവരും കാണാൻ സിനിമ ഓരോരുത്തർക്കും ഓരോ പോലെ ആസ്വദിക്കാവുന്ന രീതിയിലാണ്. ഇപ്പം ഞാനൊക്കെ എൻ്റെ വളരെ നല്ല ബാല്യത്തിൽ തിയേറ്ററിൽ കണ്ടിട്ടുള്ള സിനിമയാണ്. അതൊരു സാധാരണ ഒരു സിനിമ എന്നുള്ള രീതിയിൽ വാൾപ്പേറ്റൊക്കെയുള്ളൊരു സിനിമ എന്നുള്ള രീതിയിൽ കാണുന്നു. ഇത് നമ്മൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് കൂടുതൽ ബോധ്യത്തോടെ കാണുമ്പം ഈ സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് ഡയലോഗ് എന്ന് പറയുന്നത് ചന്തുവിൻ്റെ കഥാപാത്രം ഗുരുവേ എന്ന് പറയുന്നതാണ്. അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് മുന്നേ നടന്ന ഗുരുക്കന്മാർ, അവരുടെ ഒരു ഹരിഹരൻ സാറിനെ പോലുള്ള ഡയറക്ടർ സാർ, ഇതിൻ്റെ നിർമ്മാതാക്കൾ, അവരുടെ എല്ലാം വലിയൊരു അധ്വാനം. ഇപ്പം നമ്മൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും വിനയത്തോടെ മാത്രമേ ഈ സിനിമയെ നോക്കിക്കാണാൻ പറ്റുള്ളൂ, അനുഭവത്തോടെ മാത്രമേ നോക്കിക്കാണാൻ പറ്റുള്ളൂ. ഒരു വലിയ കലാസൃഷ്ടി, അതിഗംഭീരമായി. വീണ്ടും കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു പുതിയ സിനിമ പോലെ കാണാം, കണ്ടിട്ടുള്ളവർക്ക് ഒരു വലിയ ഓർമ്മകളായി വീണ്ടും ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കാണാൻ അത്രയും പ്രസക്തി. നമ്മൾ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യും. ടെക്നിക്കലി സൗണ്ടൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ദേവദൂതിന് ശേഷം ഇത്രയും ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി ഒരു റീമാസ്റ്ററിങ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ സിനിമ കാണാത്ത ഒരു ജനറേഷൻ ഈ സിനിമ തീർച്ചയായിട്ടും ആസ്വദിക്കും, ഏറ്റെടുക്കുന്നുണ്ട്.
ഒരു പുതിയ തലമുറ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്തൊരു ജനറേഷൻ അവർ വലിയ രീതിയിൽ സ്വീകരിക്കുന്നു. അതിനകത്ത് ഇമോഷൻ കംപ്ലീറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗംഭീരമായിട്ടാണ് ചെയ്തത്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. സിനിമയിലെന്ന് പറയുന്നതാണ് ഒരു നടനായ വലിയ ഭാഗ്യമാണ് ഞാൻ കാണുന്നത്. മമ്മൂട്ടിയുടെ മാത്രമല്ല ക്യാപ്റ്റൻ രാജു, മാധവി മാൻ, അതിനകത്തുള്ള രീതി അവരുടെ ഡയലോഗ് എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മളെ എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യുന്നത്. പിന്നെ ഈ കഥയിലുള്ളൊരു കോംപ്ലക്സ് ചന്തുവിൻ്റെ വിഷമങ്ങളും ചന്തുവിൻ്റെ അദ്ദേഹം കടന്നു പോകുന്ന ആ സംഘർഷങ്ങളൊക്കെ സ്ക്രീനിൽ കണ്ടപ്പോഴാണ്. അന്ന് കുട്ടിക്കാലത്ത് കാണുമ്പോൾ നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഇപ്പോൾ കാണുമ്പോൾ അതൊക്കെ ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്നുണ്ട്. അതാണ് വരുന്നതിലും കംഫർട്ടബിൾ